നമസ്കാരം. കൊല്ലവർഷത്തിലെ 11ാമത്തെ മാസമാണ് മിഥുനം. ഇന്ന് മിഥുനം 6. നിരവധിയായ ജ്യോതിഷ മാറ്റങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്ന സമയമാണിത്. ചിലർക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ കാലമാണ്. മറ്റു ചിലർക്ക് ദുരിതപ്പെയ്ത്തിന്റെ പെരുമഴക്കാലമാണ്. വേറെ ചിലർക്ക് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളോ വലിയ ഭാഗ്യാനുഭവങ്ങളോ വന്നു ചേരാത്ത സമയവുമാണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാനിരിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഇവരെ രാജയോഗം തന്നെയാണ് കാത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്നും എന്തൊക്കെ ഭാഗ്യാനുഭവങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് എന്നും നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് മിഥുനമാസം ഭാഗ്യാനുഭവങ്ങളുടെ വർഷകാലമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ കുതിച്ചുചാട്ടമുണ്ടാകും. സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തും. ആരോഗ്യപരമായി പൊതുവെ കഫം കൊണ്ടും പിത്തം കൊണ്ടുമുള്ള ബുദ്ധിമുട്ടുകൾ കാർത്തിക നക്ഷത്രക്കാരെ അലട്ടുന്നതായി കാണാം. പക്ഷെ ഈ കാലയളവിൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ ഇടയില്ല. സമൂഹത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും അർഹിക്കുന്ന അംഗീകാരങ്ങൾ നേടാനും അഭിനന്ദന വചസ്സുകൾ കേൾക്കാനും ഇടവരും. ഉദ്യോഗരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതിയിൽ ഇരട്ടി നേട്ടം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ സർവ്വ ഐശ്വര്യങ്ങളും വീട്ടിൽ കളിയാടും. അടുത്തത് തിരുവാതിര. ജൂൺ 15 മുതൽ ജൂലൈ 16 വരെയുള്ള 32 ദിവസങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ നിരവധിയായ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ആഹ്ലാദകരമായ നിരവധി മുഹൂർത്തങ്ങളും എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നവയുമായ അനുഭവങ്ങളും സംഭവിക്കുന്ന സമയമാണ്. കയ്യിൽ ധാരാളം പണം വന്നു ചേരും. ആരോഗ്യത്തിന്റെ കാര്യത്തിലും പ്രിയപ്പെട്ടവരുമായുള്ള അഭിപ്രായ ഭിന്നതകളുടെ കാര്യത്തിലും തൃപ്തികരമായ സ്ഥിതിവിശേഷമുണ്ടാകും. സ്ഥലം വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും അഭൂതപൂർവമായ ഉയർച്ചയുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ എന്തുകൊണ്ടും അനുകൂലമായ സമയമാണ് മിഥുനമാസം. നിങ്ങൾക്ക് സംഭവിക്കുന്ന നേട്ടങ്ങളെ ഓർത്ത് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. അടുത്തത് മകയിരം. ഈ മിഥുനമാസം മകയിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിരവധിയായ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പല വിധത്തിലുള്ള ഗുണകരമായ നേട്ടങ്ങളാൽ മിഥുനം നക്ഷത്രക്കാർ ആറാടുന്ന സമയമാണ് ഇതെന്ന് പറയാം. ബിസിനസ് രംഗത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലും സമൂഹത്തിലും നിങ്ങൾ താരങ്ങളെ പോലെ ശോഭിക്കും. നിങ്ങളെ തളർത്തിയവർ തന്നെ നിങ്ങളുടെ വളർച്ച കണ്ട് അമ്പരക്കും. ബിസിനസ് രംഗത്തുള്ള നേട്ടങ്ങൾ പുതിയ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. അവിവാഹിതരായ മകയിരം നക്ഷത്രക്കാർ അവരുടെ വിവാഹത്തിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇത് എന്ന കാര്യം ഓർമ്മിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കപ്പെടും. പഠനരംഗത്തും ജോലിയിലും ഗവേഷണ രംഗത്തും മകയിരം നക്ഷത്രക്കാർക്ക് അസൂയപ്പെടുത്തുന്ന വളർച്ചയുണ്ടാകും. ആഭരണങ്ങളിൽ പ്രിയമുള്ളവരായ മകയിരം നക്ഷത്രക്കാരികൾക്ക് അവരുടെ ആഗ്രഹ സഫലീകരണം നടക്കുന്ന സമയമാണ്. അടുത്തത് മകം. മകം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂല സമയമാണ് മിഥുനമാസം. ധനപരമായ ഒട്ടനവധി നേട്ടങ്ങളുണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിലെ ദുരിതങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറി സ്വസ്ഥവും സുഖദായകവുമായ ഒരു ജീവിത പരിസരത്തിലേക്ക് മകം നക്ഷത്രക്കാർ ചുവടുവെച്ചു തുടങ്ങുന്ന സമയമായിരിക്കും ഇത്. ആരോഗ്യത്തിന്റെ കാര്യത്തിലടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. കുടുംബത്തിലും സമൂഹത്തിലും അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന സമയമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം, വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതി, എതിരാളികൾക്ക് മേലുള്ള വിജയം ഇവയൊക്കെ സംഭവിക്കുന്ന സമയമാണ്. പ്രതീക്ഷിക്കാത്ത നേരത്ത് പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് സഹായങ്ങൾ ഉണ്ടാകും. അനിശ്ചിതത്വങ്ങൾ എല്ലാം അവസാനിക്കുന്നതിനും അതുവഴി സന്തോഷം നിറയ്ക്കുന്നതിനും മിഥുനത്തിൽ മകം നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നു. സന്തോഷങ്ങളും സർവാഐശ്വര്യങ്ങളും കളിയാടുന്ന സമയമാണ്. അടുത്തത് ചിത്തിര. ചിത്തിര നക്ഷത്രക്കാർക്ക് മിഥുനമാസത്തിൽ പല കോണുകളിൽ നിന്നായിട്ടായിരിക്കും സന്തോഷം വരിക. ഐശ്വര്യ സ്രോതസ്സുകൾ അവരെ അത്ഭുതപ്പെടുത്തും. സാമ്പത്തിക അഭിവൃദ്ധി ഇരട്ടിയാകും. ഉദ്യോഗത്തിലുള്ള ഉയർച്ച ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഈ എല്ലാ അർത്ഥത്തിലുമുള്ള ഗുണാനുഭവങ്ങൾ ഇരട്ടിയാകുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട. ദാമ്പത്യ ജീവിതത്തിലും
സന്തോഷവും സമാധാനവും തേടിയെത്തും. പുതിയ വീട് വെക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പുതിയ വാഹനം സ്വന്തമാക്കുന്നതിനുമെല്ലാം യോഗം കാണുന്നുണ്ട്. രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ കാലയളവിൽ തൃപ്തികരമായ സ്ഥിതിവിശേഷമുണ്ടാകും.